നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. അട്ടപ്പാടിയിൽ ആദിവാസി യുവാവിനെ കെട്ടിയിട്ട് മർദ്ദിച്ച സംഭവത്തിലെ പ്രതികളെ പിടികൂടി. കോയമ്പത്തൂരിൽ നിന്നാണ് പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. ഷോളയൂർ സ്വദേശിയായ റെജിൻ മാത്യു, ആലപ്പുഴ സ്വദേശിയായ വിഷ്ണുദാസ് എന്നിവരാണ് പിടിയിലായത്. ഇരുവരുടെയും അറസ്റ്റ് ഉടൻ തന്നെ രേഖപ്പെടുത്തുമെന്ന് പോലീസ് വ്യക്തമാക്കി. അട്ടപ്പാടി ഡിവൈഎസ്പി അശോകന്റെ നേതൃത്വത്തിൽ ഇരുവരെയും ചോദ്യം ചെയ്യുകയാണ്. ആദിവാസി യുവാവായ സിജുവിനെ കൈകൾ ബന്ധിച്ച് പോസ്റ്റിൽ കെട്ടിയിട്ടാണ് പ്രതികൾ മർദ്ദിച്ചത്. പുലർച്ചെ ഷോളയൂരിൽ നിന്നാണ് പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പിക്കപ്പ് വാഹനത്തിന്റെ ഡ്രൈവർ, ക്ലീനർ എന്നിവരാണ് ഇരുവരും. പാലക്കാട് അട്ടപ്പാടിയിൽ അഗളി ചിറ്റൂർ ആദിവാസി ഉന്നതിയിലെ സിജുവിനാണ് മർദ്ദനമേറ്റത്. യുവാവിനെ അർദ്ധനഗ്നനാക്കി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. മാധ്യമങ്ങളിൽ വാർത്തയായതിനു പിന്നാലെ വാഹനത്തിലെ ഡ്രൈവർക്കെതിരെയും ക്ലീനർക്കെതിരെയും പോലീസ് കേസെടുക്കുകയായിരുന്നു. ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് യുവാവിനെ മർദ്ദിച്ച സംഭവം നടന്നത്. അഗളിയിൽ നിന്നും പിക്കപ്പ് വാഹനത്തിലെത്തിയവർ യുവാവിനെ മർദ്ദിച്ചെന്നാണ് പരാതി. വാഹനത്തിന് മുന്നിലേക്ക് വഴുതി വീണതിനെ തുടർന്ന് തർക്കമുണ്ടായി. പിന്നാലെ അർദ്ധനഗ്നനാക്കി കയർ വെച്ച് കൈ കെട്ടിയിട്ട് മർദ്ദിക്കുകയായിരുന്നു. ശേഷം 1 മണിക്കൂറോളം തോരാമഴയത്ത് വൈദ്യുതി തൂണിൽ കെട്ടിയിട്ടെന്നുമാണ് പരാതിയിൽ പറയുന്നത്. നാട്ടുകാരെത്തിയാണ് സിജുവിനെ ആശുപത്രിയിൽ എത്തിച്ചത്. മുഖത്തും കൈകളിലും മുതുകിലും പരിക്കേറ്റ സിജു അട്ടപ്പാടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. സംഭവം നടന്ന 2 ദിവസം കഴിഞ്ഞിട്ടും പോലീസ് നടപടി സ്വീകരിച്ചില്ലെന്ന് ആക്ഷേപമുയർന്നിരുന്നു. മർദ്ദിക്കുന്ന ദൃശ്യമുൾപ്പെടെ വാർത്ത പുറത്തു വന്നതോടെയാണ് ഇന്നലെ വൈകിട്ട് യുവാവിന്റെ മൊഴിയെടുത്തത്. പിന്നാലെയാണ് പ്രതികൾക്കെതിരെ അഗളി പോലീസ് കേസെടുത്തത്. പ്രതികളുടെ വാഹനത്തിന് മുന്നിൽ വീണതിലുള്ള വിരോധം വെച്ച് പട്ടികവർഗ വിഭാഗക്കാരനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ യുവാവിനെ മർദ്ദിച്ചെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്.